നമസ്കാരം. ഇടുക്കി എക്സ്പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് തേങ്ങ. നമ്മുടെ കേരളീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തേങ്ങയുടെ വില റോക്കറ്റ് പോലെ പോയേക്കുന്നത്. തേങ്ങ മാത്രമല്ല, എണ്ണയുടെയും. അപ്പോൾ ഇതിനെന്താണ് കാരണം? എന്തുകൊണ്ടാണ് ഈ വിലക്കയറ്റം ഉണ്ടാകുന്നത്? ഓണം വരെ നമുക്ക് ഈ പറഞ്ഞ 10-40 രൂപയിലൊക്കെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ തന്നെ ഒരു 20 രൂപയോളം തേങ്ങയ്ക്ക് തന്നെ വില കൂടി. എണ്ണയ്ക്കാണെങ്കിൽ 10-40 രൂപയുടെ വില വ്യത്യാസം വന്നു. അതെങ്ങനെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു? അപ്പോൾ അതിൻ്റെ കാരണം എന്നാണ് നിങ്ങൾ തന്നെ അതിന് പറയുന്നത്. എങ്ങനെയാണ് നമ്മളെയും ബാധിച്ചത്? വില വർധനവ് കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. 1 കിലോ എണ്ണ മേടിക്കുന്നവൻ എന്നാണെങ്കിലും വില കൂടുമ്പോൾ 1/2 കിലോയിലേക്ക് മാറും. അത് തന്നെ ഒരു വലിയ വ്യത്യാസമാണ്. പിന്നെ ഓണത്തിന് ശേഷം ഒരു 70 രൂപ 60 രൂപയുടെ മാറ്റം ഇപ്പോൾ നിലയിൽ വന്നിട്ടുണ്ട്. 160-170 രൂപയായിരുന്നു ഓണത്തിന് മുമ്പ്. അതിനുശേഷമാണ് ഇതുപോലെ മാർക്കറ്റ് കയറിയത്. ഇനിയും ഇത് തന്നെ നിലനിൽക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം 7 മാസത്തെ വെയിലിലാണ് നമുക്ക് ഈ തേങ്ങയ്ക്ക് ഇതുപോലെ ദൗർലഭ്യം ഉണ്ടായത്. അതാണ് നമ്മളെ ഈ കൊപ്രയ്ക്ക് വില കൂടുന്നത്. കൊപ്ര വില കുറയാതെ ഒരു കാരണവശാലും വെളിച്ചെണ്ണയ്ക്ക് വില കുറയില്ല. നിത്യോപയോഗം തന്നെ ബാധിച്ചിട്ടുണ്ട് ഈ വിലക്കയറ്റം. അപ്പോൾ സാധാരണക്കാരെയും കാശുള്ളവരെയും എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഘടകമാണ് വിലക്കയറ്റം. സമ്മതിക്കാതിരിക്കാനൊക്കില്ല. അപ്പോൾ ഇത് എന്താ ചേട്ടൻ്റെ അഭിപ്രായം? സർക്കാർ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തേണ്ടതുണ്ടോ? സർക്കാർ ഇടപെടൽ നടത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നടത്താവുന്നതാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ മാവേലി സ്റ്റോർ പോലെയുള്ള സാധനം ഇല്ലാതെ വന്നതാണ് ഇതിന് ഒരു പരിധിവരെ കാരണം. വർഷങ്ങളായിട്ട് പാചക മേഖലയിലുള്ളയാളല്ലേ? ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ വൻതോതിൽ വില കൂടിയേക്കുന്ന 20-40 രൂപയുടെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പാചക മേഖലയെ ബാധിച്ചത്? പാചക മേഖല ശരിക്കും കാറ്ററിങ്ങിനെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട്. എന്നൊക്കെ നല്ലപോലെ, ഞാൻ ചെറിയ കാറ്ററിങ് നടത്തുന്ന ഒരാളാണ്. നല്ലപോലെ വൻകിടക്കാരെ സംബന്ധിച്ചോളം ഭീമമായ ഒരു വില വർധനമാണ് ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 40 രൂപയ്ക്ക് തേങ്ങ കിട്ടിക്കൊണ്ട് ഇപ്പോൾ 68 കിട്ടും. ഇന്നത്തെ വില 68. വെളിച്ചെണ്ണയുടെ വില നമുക്കറിയാം 180 രൂപ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നത് ഇപ്പോൾ 240-265 കടന്നിരിക്കുന്നു. ഈ രീതി ഇപ്പോൾ ഏത് രീതിയിൽ സാധാരണക്കാരായ മനുഷ്യൻ എങ്ങനെ ജീവിക്കും എന്ന രീതിയിലേക്ക് നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. ഇപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരെ സംബന്ധിച്ചോളം നമുക്കറിയാമല്ലോ, ഒരു 550 രൂപ ഏലക്കാട്ട് പണിക്ക് പോകുന്നവരെ സംബന്ധിച്ചോളം 1 കിലോ വെളിച്ചെണ്ണ മേടിക്കണമെങ്കിൽ അവരിപ്പം അരത്തച്ച് എന്ന് പറഞ്ഞാൽ 300 രൂപ അടുത്തോളം വിലയാവുന്നു. 280 രൂപയോളം നല്ല വെളിച്ചെണ്ണയ്ക്ക് വിലയായി. അതേ സമയത്ത് 170 രൂപയ്ക്ക് നമുക്ക് വെളിച്ചെണ്ണ മണിക്ക് 160 രൂപയ്ക്കും കിട്ടിക്കൊണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം ഉണ്ടായിപ്പോയി. ഭയങ്കര വില വർധനമാണ് സംഘടിച്ചിരിക്കുന്നത്. ഇതിനൊരു ശരിക്കൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു ചെറിയൊരു കേറ്ററിംഗ് നടത്തുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, സർക്കാർ ഇതിനൊരു നിയന്ത്രണമില്ല. പൊതുവിപണിയിൽ ഭയങ്കരമായിട്ട് വില വർധനമുണ്ടായി. ഇതിനെ നിയന്ത്രിക്കാൻ സർക്കാരോ അല്ല അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരോ അതിനെപ്പറ്റി തുനിയുന്നില്ല എന്നാണ് ഇതിൻ്റെ നഗ്ന സത്യം. കച്ചവടമൊക്കെ തീരെ മടുപ്പാണ്. എണ്ണപ്പലാരമൊക്കെ ചുമ്മാ ഇങ്ങനെ കിടക്കുക. ഈ മഴ വന്നു പറഞ്ഞാൽ തീരെ കച്ചവടം വീണ്ടും മടുപ്പാണ്. ഓയിലിൻ്റെ ഇല്ല. ഓയിൽ വില കൂടി കടികൾക്കൊക്കെ വില കൂട്ടാൻ എങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാകുമ്പോൾ ചെറുകടികൾക്കല്ല ഇപ്പോൾ നിലവിൽ 12 രൂപ അല്ലേ? 12 രൂപ. അത് ഞങ്ങൾക്ക് കൂട്ടണമെന്ന് ഒരാഗ്രഹം. അപ്പോൾ ഈ കോക്കനട്ട് ഓയിലാണോ അതോ നമ്മൾ കോക്കനട്ട് ഓയിലില്ല? ആണോ? അതിന് 200 മോളെ ആയപ്പോൾ തന്നെ നമുക്ക് വില കൂട്ടായിരിക്കാം. കടിക്കലല്ല, നമുക്ക് വില കൂട്ടണം. ചേച്ചി എന്താണ്? ഓണക്കാലം കഴിയുമ്പം സാധാരണ ഇതിൽ ഒരിത്തിരി ഷോർട്ടേജ് വരാറുണ്ട് തേങ്ങയ്ക്ക്. ഇനി ഒരു 2 മാസം കൂടെ നിലനിൽക്കുമെന്ന് എല്ലാവരും പറയുന്നത്. ഇത്ര നാളായിട്ടും അങ്ങനെ ഒരു സംഭവം നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് വെച്ചാൽ ഓണത്തിൻ്റെ ആ കാലഘട്ടം വരെ, ഓണത്തിന് വരേണ്ട 40 രൂപ 45 രൂപ ഇതായിരുന്നു. ഓണം കഴിഞ്ഞ ഉടനെയാണ് ഒറ്റയടിക്ക് 10-20 രൂപയൊക്കെ കൂടിയത്. അതുപോലെ തന്നെ എണ്ണ വിലയും കൂടി. അപ്പോൾ ഇത് എങ്ങനെയാണ് സർക്കാരിൻ്റെ ഇടപെടലും എല്ലാം ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ടോ? അതുണ്ട്. സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇമ്പോർട്ടിങ് നടത്തി കഴിഞ്ഞാൽ തന്നെ വില കുറയും. പക്ഷേ ഇപ്പം ഉണ്ടായിരിക്കുന്നത് എക്സ്പോർട്ടിങ് കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ചിപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിലൊരു പ്രധാന ഘടകമാണല്ലോ. കേരളീയരെ സംബന്ധിച്ച് തേങ്ങ ഇല്ലാത്തുള്ള വിഭവങ്ങളില്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ആളുകളെ വളരെയധികം ബാധിച്ചിട്ടുള്ളൊരു കാര്യമാണ് തേങ്ങയുടെ വില വർധനവ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എന്താ പറയാറ്? നിത്യജീവിതത്തിലെ എല്ലാ ദിവസവും വേണ്ടിയ സാധനമായതുകൊണ്ട് അവർ വളരെയധികം കുറയ്ക്കാൻ പറ്റില്ല, എങ്കിലും കുറേശ്ശെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഇന്നൊരു അഭിപ്രായം ഇപ്പോൾ ഉള്ളത്. ഇത്
ഏകദേശം 1 കിലോളം വരുന്ന ഒരു 800 ഗ്രാമെങ്കിലും വരുന്ന ഒരു തേങ്ങയാണ്. ഈ ഒരു തേങ്ങ മേടിക്കണമെങ്കിൽ ഇപ്പോൾ 70 രൂപയോളം കൊടുക്കണം. അപ്പോൾ ഈ ഒരു തേങ്ങ കൊണ്ട് ഒരു ദിവസം ഒരു വീട്ടിൽ നമ്മുടെ കേരളീയരെ സംബന്ധിച്ചോളം കാര്യങ്ങൾ ഓടുമെന്ന് തോന്നുന്നില്ല, അല്ലേ ചേട്ടാ? ആണ്ടിലാണ് ഇതുപോലെ സംഭവം നടന്നത്. എന്താണ് ചേട്ടൻ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? സാധാരണക്കാരൻ്റെ അവസ്ഥ, സ്ഥിരം ആൾക്കാർ വരുമ്പോൾ അറിയാലോ, ഇവിടെ തേങ്ങയും എണ്ണയാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. 2 മേടിക്കുന്നതിന് 1 പോയി, 5 മേടിക്കുന്നതിന് 1 മതി. അതിന് കാശ് വേണ്ടേ? അതാണ് പ്രശ്നം. ഇതിനകത്ത് സർക്കാരിൻ്റെ വല്ല ഇടപെടൽ കാര്യമുണ്ടോ? ഒന്നും നമുക്കറിയത്തില്ല. ഓണം കഴിഞ്ഞപ്പോഴാണ് ഇതിന് വില കൂടിയത്. ഇനിയിപ്പം ശബരിമല സീസൺ വരാൻ പോകുന്നു, അപ്പം അതിലും കൂടാൻ വഴിയില്ലേ? അതിപ്പോൾ ഒന്നും പറയാൻ പറ്റിയല്ലോ. എത്രയാണെന്ന് പറഞ്ഞാലും ഇത് വില കൂടിയ ആൾക്കാർ മേടിക്കില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കട്ടപ്പന മാർക്കറ്റിലാണ്. ഞാൻ ഈ മാർക്കറ്റ് വർഷങ്ങളായിട്ട് കാണുന്നതാണ്. ഈ മാർക്കറ്റ് ഇതുപോലൊരു ശൂന്യ അവസ്ഥയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കാണുന്നത്. മനുഷ്യൻ്റെ ഇപ്പോൾ വ്യാപാരം എല്ലാ മേഖലയിലും ആകെ മൊത്തത്തിൽ ആൾക്കാരുടെ പൈസ ഇല്ലായ്മയാണ് ഒന്നാമതെ, വിലക്കയറ്റം എല്ലാം കൂടിയതിന് ഈ മാർക്കറ്റ് മൊത്തം ശൂന്യമായിട്ട് കിടക്കുന്ന അവസ്ഥ. കച്ചവടക്കാരെല്ലാം ഒരു കച്ചവടം ഇല്ലാത്ത അവസ്ഥ. മൊത്തത്തിൽ എന്താ പറയുക, ഇങ്ങനെ ഒരു കട്ടപ്പന മാർക്കറ്റ് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ തന്നെ പറയുക, എന്താണ് ഈ വിലക്കയറ്റത്തിന് പരിഹാരം?